നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ബീർബൽ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ബർ പാദുഷായുടെ കൊട്ടാരത്തിൽ ചെന്ന് ദർബാറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബീർബൽ തൻ്റെ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങി. രാത്രി പകൽ നല്ല അധ്വാനമായിരുന്നു. ഈ ദർബാർ കൂടുന്ന നിസ്സാര കാര്യമല്ല. ആൾക്കാർ തമ്മിൽ തല്ലും കാര്യങ്ങൾ പറയലും ഒക്കെ ആയിട്ട് അങ്ങനെ പല സമയം കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ബീർബലിൽ കിടന്ന് ഉറങ്ങി. രാത്രി ക്ഷീണമായിരുന്നു. അദ്ദേഹം കിടന്ന് ഉറങ്ങി. നേരെ ഒരൊറ്റ ഉറക്കാണ്. നേരം പ്രകാശമായിട്ടില്ല, വെളിച്ചാവണുള്ളൂ, പരപരാ വെളുത്ത് വരണുള്ളൂ, സൂര്യ ഉദിക്കണം. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ മുട്ടി. ആരോ ഒരാൾ വാതിൽക്കൽ വന്ന് മുട്ടി. ബീർബൽ ഉറക്കത്തിൽ ചാടി പഠിച്ചെണ്ണീറ്റ് ധാരട്ടപ്പ തൻ്റെ ഭവനത്തെ തൻ്റെ അടുത്തേക്ക് ഈ നേരം വിളിച്ചാകുമ്പോഴത്തേക്കും വന്ന് കയറിയിരിക്കണേ. ആരായാലും നോക്കാം. ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടതാര്യ ഒരു ബ്രാഹ്മണനെയാണ്. ഇദ്ദേഹത്തിന് കണ്ടുപരിചയമുണ്ട്. ഇവിടെ എത്ര കൃത്യമായിട്ടൊന്നും അറിയില്ല. ഒരു ബ്രാഹ്മണനെയാണ്. ആ ബ്രാഹ്മണൻ ചോദിച്ചു, അങ്ങനെ എന്താണ് ഇത്ര രാവിലെ വന്നേ എന്ന് ചോദിച്ചിട്ട്, ഒന്നും പറയണ്ട ബീർബൽ, നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞ് തൊഴുതു പിടിച്ചു പറഞ്ഞു. എന്താ പറയൂ, അങ്ങയുടെ സങ്കടം എന്താണെന്ന് പറയൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു അകത്ത് വിളിച്ചിരുത്തി കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന സമ്പാദ്യം, എൻ്റെ മുതൽ, എൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ആകെ കൂടി ഉണ്ടായിരുന്ന സമ്പാദ്യം 1000 സ്വർണ്ണ നാണയമാണ്. അത് ഞാൻ വളരെ ഭദ്രമായിട്ട് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇപ്പം കാണാനില്ലാതെ അത് കാണാനില്ല എന്ന് വെച്ചാൽ വീട്ടിൽ പിന്നെ ആരാളുടെ ആരുമില്ല. വേറെ എനിക്ക് ഭാര്യയോ മക്കളോ മറ്റു ബന്ധുക്കളോ ഒന്നുമില്ല. വീട്ടിൽ 4 ജോലിക്കാരുണ്ട്. പശുവിനെ കറക്കാനായിട്ട് ഒരാളുണ്ട്, അടുക്കളയിലെ ജോലികളൊക്കെ ഉണ്ട്, അടിച്ചു തെളിക്കുന്നതിനുണ്ട്. പിന്നെ എൻ്റെ പ്രത്യേക കാര്യങ്ങൾ എനിക്ക് തന്നെ ഇങ്ങനെ നടക്കാനൊക്കെ ഒത്തിരി വിഷമമുണ്ട്. അപ്പോൾ എന്തെങ്കിലും സഹായത്തിന് ഒക്കെ എടുത്തു തരാനും ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കാനും പാചകമൊക്കെ ചെയ്തു വയ്ക്കും വേറൊരാൾ. അതിനും എൻ്റെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഇതാവാനും എൻ്റെ ആവശ്യങ്ങളൊന്ന് പറയാനും ഒക്കെ ആയിട്ട് ഒരാൾ വേറെയുണ്ട്. ഇങ്ങനെ 4 വേലക്കാരല്ലാണ്ട് ആരുമില്ല. അവരോട് ചോദിച്ചോ എന്നൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കാലത്തെ പണം കാണാണ്ടായിപ്പോൾ. പണം കാണാനില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും എടുത്തോ, എടുത്തിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഞാൻ ഒരു ശിക്ഷയും തരില്ല, ഇങ്ങോട്ട് തരും എന്നൊക്കെ പറഞ്ഞു ഒരാളും. ഞാനല്ല എന്ന് പറഞ്ഞു. അയ്യോ. അപ്പോൾ ബ്രാഹ്മണൻ്റെ വിഷമം കണ്ടപ്പോൾ ബീർബൽ എന്ന് പറഞ്ഞു, അങ്ങ് വിഷമിക്കാതിരിക്കും, അങ്ങയുടെ നഷ്ടപ്പെട്ട 1000 പവൻ ഞാൻ കടത്തിപ്പിടിച്ച് തരാമേ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണൻ അങ്ങനെ വിഷമിച്ചിരിക്കുക. അദ്ദേഹത്തിനോട് പൊക്കോളൂ എന്നും പറഞ്ഞു അദ്ദേഹം പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതന്മാരെ വിട്ട് ആ വേലക്കാരെ 4 പേരെയും വിളിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, ഭാര്യയില്ല, മക്കളും ഇല്ല, ചേട്ടനോ അനിയനോ ആരുമില്ല ഈ വേലക്കാരല്ലാതെ. അവർ 4 പേരും വന്നു. അവർ 4 പേരും വന്നപ്പോൾ ബീർബൽ പറഞ്ഞു, നിങ്ങൾ ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ താമസിക്കുന്നത്? അതെ, ഞാൻ കുതിരക്കാരനാണ്, ഞാൻ അടക്കളക്കാരനാണ്, ഞാൻ അവിടുത്തെ അടിച്ചു തെളിക്കാരനാണ്, ഞാനാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് ധരിക്കാനുള്ള വസ്ത്രം കൊണ്ട് അലക്കി തേച്ച് വച്ചേക്കണതൊക്കെ എടുത്ത് കൊണ്ട് കൊടുക്കുക, ഭക്ഷണം മുറി കൊണ്ട് കൊടുക്കുക, അങ്ങയുടെ കാല് തിരുമ്മുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ശരി, നിങ്ങൾ 4 പേരും ഈ അദ്ദേഹത്തിൻ്റെ 1000 പവൻ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയണ കേട്ടു. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, യാതൊരു കളവും മുതലായിട്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ പണം കണ്ടിട്ടുണ്ടോ? അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പണം മാറ്റിയത്, അദ്ദേഹം ഒളിച്ചു വെച്ചിരുന്ന പണം നിങ്ങളെടുത്ത് മാറ്റിയത് എവിടേക്കാന്ന് പറഞ്ഞാൽ മതി. ആരാ മാറ്റിയത്? അപ്പോൾ നിങ്ങളാണോ മാറ്റിയത്? ഒന്നാമനോട് ചോദിച്ചു. ഞാനല്ല. ഞാനല്ല. മൂന്നാമൻ ഞാനും വിറ്റല്ല. അപ്പോൾ 4-മൻ പറഞ്ഞതേ എന്നോട് ചോദിക്കണ്ട, ഞാൻ അല്ല. 4 പേരും ഒഴിഞ്ഞു മാറി. അപ്പോൾ ബ്രാഹ്മണൻ വിചാരിച്ചു, എന്തൊരു കഥ, ഇവർ 4 പേരും അറിയാതെ കണ്ട് പണം പോകാൻ വഴിയില്ലല്ലോ, എന്തെങ്കിലും ഒരു സൂത്രം എടുക്കണം. അപ്പോൾ അദ്ദേഹം അകത്ത് പോയിട്ട് 4 വടി എടുത്തുകൊണ്ട് വന്നു ബീർബൽ. എന്നിട്ട് പറഞ്ഞു, ഇതാ പിടിച്ചോളൂ. 4 പേർക്ക് ഒരേ വടിയാണ് കൊടുത്തു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വടി നിങ്ങൾ കാണുന്ന പോലെ ഒരു കുത്തുവടി തന്നെയൊന്നല്ല, കുത്തി നടക്കാനുള്ളൊരു വടിയാണെന്ന് വിചാരിക്കേണ്ട. ഇത് മാന്ത്രിക വടിയാണ്. ഈ മാന്ത്രിക വടി ഇന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ വീട്ടിലേക്ക്, എനിക്ക് നാളെ കൊണ്ടുതരണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിങ്ങളിൽ ആരാണോ പണം കൈവശം വച്ചത്, ആ പണം എടുത്തിരിക്കുന്നത് നിങ്ങളാണ്, ഉറപ്പ്. നിങ്ങളിൽ ആരാണെന്നേ അറിയണ്ടു. ആ എടുത്തിട്ടുള്ള ആളുടെ വടി ഒരു
ഒരങ്കുലം നീളം കൂടുതൽ വയ്ക്കും. അതാണ് ഈ വടിയുടെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. നാളെ കൊണ്ടുവരുമ്പോൾ ഞാൻ നോക്കട്ടെ ആരുടെ വടിയാണ് നീളം കൂടുതൽ വന്നേക്കണമെന്ന് നോക്കാമല്ലോ. അല്ലാണ്ട് കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ശരിക്കും അവിടുത്തെ പണം അപഹരിച്ചെടുത്ത കള്ളൻ എന്ത് വിചാരിച്ചു? ഒരു അങ്കുലം ഒരങ്കുലം നീളം കൂടും ഈ വടികൾക്കെന്നല്ലേ പറഞ്ഞേ. ആ ഒരങ്കുലം എൻ്റെ വടിക്ക് കൂടണം. ഞാൻ പണം എടുത്തത് ഞാനാണ്, എൻ്റെ വടിക്ക് ആ ഒരങ്കുലം കൂടുകയും ചെയ്യും. പക്ഷെ മറ്റുള്ളവരുടെ വടി വെച്ച് നോക്കുമ്പോൾ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ആ ഒരങ്കുലങ്ങൾ മുറിച്ച് കളഞ്ഞാൽ പോരെ. അപ്പോൾ വളർന്നാൽ ഇത് മറ്റുള്ളവരുടെ ഒപ്പം ആവുമല്ലോ. അത്ര നല്ലൊരു സൂത്ര. എൻ്റെ വടി മുറിച്ച് വേഗം അയാൾ വീട്ടിൽ ചെന്ന് ഒരങ്കുലം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് വടിയൊക്കെ ഭദ്രമായിട്ട് വെച്ചു. പിറ്റേ ദിവസം എല്ലാവരും വടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ദർബാറിലേക്ക് വടി കൊണ്ട് ചെന്നു. അവിടെ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്നു. എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ വിളിച്ചു. എന്നിട്ട് ഓരോരുത്തരുടെയും വടി എടുത്തയ്യപ്പോൾ ഇദ്ദേഹം പരിശോധിച്ച് നോക്കിയ ബീർബൽ ഓരോരുത്തരുടെ വടി നോക്കിയപ്പോഴും അതിൽ ഒപ്പം വെച്ചപ്പോൾ ഒരാളുടെ വടിക്ക് ഈ പറഞ്ഞ അളവ് 2 ഇഞ്ച് നീളം കുറവ്. അത് ശരി. അപ്പം മനസ്സിലായി ബീർബലിന് ഇവനാണ് എടുത്തേക്കണേ. ഇവൻ്റെ തൻ്റെ വടി ചെറുതായി വന്നല്ലോ, അതെന്താ പറ്റിയത്? അപ്പം ഇയാൾക്ക് പേടിയായി. ചെറുതാവുകയും ചെയ്യും ഇനി കള്ളത്തരം കാട്ടിയത് കൂടാതെ. ഉടൻ തന്നെ വടി ചെറുതായ ഈ വടി എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കള്ളൻ ആരാണെന്ന് ബീർബലിന് മനസ്സിലായി. ആ വടി എന്താ ഇതിൻ്റെ നീളം കുറഞ്ഞ്? അപ്പം അയാൾക്ക് പേടിയായി, പഴച്ചു പോയി. മറ്റുള്ളവരുടെ ഒന്നും കുറഞ്ഞില്ലല്ലോ. അപ്പോൾ ബീർബൽ ഇത്തിരി ഗൗരവത്തിൽ എന്താടോ തൻ്റെ വടിയുടെ നീളം കുറയാനത്? അത് മുറിച്ച് കളഞ്ഞു. ഞാൻ മുറിച്ച് കളഞ്ഞു. എന്തിനാത്? ഞാനാണ് പണം എടുത്ത് മാറ്റി വെച്ചത്. അപ്പം എൻ്റെ വടി കൂടുതൽ നീളം വയ്ക്കുന്നല്ലേ അങ്ങ് പറഞ്ഞ ഈ മാന്ത്രിക വടിയായത് കാരണം. അതുകൊണ്ട് ഞാൻ ആ കൂടുതൽ നീളം വയ്ക്കുന്ന ഭാഗം ഇവിടെയാണല്ലോ എന്ന് എൻ്റെ കുറച്ചങ്ങോട്ട് മുറിച്ച് കളഞ്ഞതാണ്. ഒരു 2 അങ്കുലം എന്ന് പറഞ്ഞ അളവ് 2 അങ്കുലം മുറിച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ വടി വലുതായാലും മറ്റവരുടെ ഒപ്പം നിൽക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ കള്ളത്തരം മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ മുറിച്ച് കളഞ്ഞത്. മനസ്സിലായി. ഇവിടെ നല്ല ബീർബലിന് എന്നോട് എടുക്കരുത് കേട്ടോ ഈ വക വേഷം കെട്ട്. ഇപ്പം തന്നെ ആ പണം എവിടെ വെച്ചേക്കണം, എടുത്തുകൊണ്ട് വാ എന്നും പറഞ്ഞ് അയാളെ ഒരു വൃത്തിനെയും കൂട്ടി പറഞ്ഞയച്ച പണം കൊണ്ടുവന്ന് ബ്രാഹ്മണനെ വിളിപ്പിച്ചു. ആ പണം ഒടിപ്പിച്ചുകൊണ്ട് വന്നു ബീർബലിൻ്റെ മുമ്പിൽ വെച്ച് ആ ബ്രാഹ്മണൻ അയാളെ കൊണ്ട് തന്നെ പണം അങ്ങോട്ട് കൊടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സാധുവായ ബ്രാഹ്മണൻ്റെ 1000 പൊന്നാണയങ്ങൾ ഒറ്റെണ്ണം പോലും മാറിപ്പോവാതെ സത്യസന്ധമായിട്ട് ബീർബൽ കണ്ടെത്തി പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ ബീർബലിൻ്റെ കഥ. ബീർബൽ കഥകളിലൊരു കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ ഇപ്പം കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ബീർബൽ കഥകൾ രസമുള്ള കഥകളാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ ഓരോ കഥകൾ കേൾക്കട്ടെന്നേ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയാം. ഇനി എന്താ സബ്സ്ക്രൈബ് ചെയ്യണേ? ഒന്നും വേണ്ട. നിങ്ങൾ മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്തൊക്കെയാണ് വേണ്ടേ ഒരു ചാനലിന്? സബ്സ്ക്രൈബ് ചെയ്യൂ, മണിയടിക്കൂ, ലൈക്ക് ചെയ്യൂ. എനിക്കതൊന്നും അറിയില്ല കേട്ടോ. എന്താ വേണ്ട ചക്ക നിങ്ങൾ ചെയ്തു. ഓക്കെ, നന്ദി.